ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ച ഏറ്റവും മികച്ച ടീമിനെയാണ് T20 ലോകകപ്പിനായി ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച ഗില്ലിനെയും ജിതേഷ് ശർമ്മയും ഒഴിവാക്കിയാണ് സെലക്ടർമാർ ഞെട്ടിച്ചിരിക്കുന്നത്. നിറം മങ്ങിയ പ്രകടനം തുടർന്ന ഗില്ലിനെ ഉപനായകൻ എന്ന പരിഗണന പോലും നോക്കാതെ ടീമിൽ നിന്നും പുറത്താക്കിയതോടെ വിമർശകരുടെ വായടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ മത്സരം കൊണ്ട സഞ്ജു T20 ലോകകപ്പിൽ തൻ്റെ സ്ഥാനവും ഉറപ്പിക്കുകയായിരുന്നു. സഞ്ജു തിരികെ എത്തിയതോടെ ഇന്ത്യയുടെ ടീം ഘടനയും സന്തുലിതമായിട്ടുണ്ട്. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച സമ്മർദ്ദവും ഏറിയിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പോലും സഞ്ജുവിനെ ടീമിലെടുത്തതും വാഴ്ത്തിയതും സമ്മർദ്ദമേറിയത് കൊണ്ട് തന്നെയാണ്. ഉപനായകൻ ശുഭ്മൻ ഗിൽ ഒരു ശരാശരി പ്രകടനമാണ് പുറത്തെടുത്തത് എങ്കിൽ പോലും ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേനെ. അത്രയും ദയനീയമായതുകൊണ്ട് തന്നെയാണ് മനസ്സില്ലാ മനസ്സോടെ ഗില്ലിൻ്റെ പേര് വെട്ടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ നിറം മങ്ങിയാൽ ഉടനെ നടപടിയെടുക്കാനും മാനേജ്മെൻറ്റ് മടിക്കില്ല. അതിനുള്ള അവരുടെ വജ്രായുധമാണ് ഇഷാൻ കിഷൻ. ഏറ്റവും വലിയ സർപ്രൈസായിരുന്നു ടീം പ്രഖ്യാപിച്ചപ്പോൾ ജിതേഷ് ശർമ്മയ്ക്ക് പകരമായി ഓപ്പണിംഗ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനെ തിരിച്ചു കൊണ്ടുവന്നത്. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു സാംസണും ടീമിലുണ്ട്. ജിതേഷ് ശർമ്മയ്ക്ക് പകരമാണ് ഇഷാൻ്റെ സർപ്രൈസ് എൻട്രി. പക്ഷേ ഇഷാൻ്റെ ഈ തിരിച്ചുവരവ് കാരണം സഞ്ജുവിന് ഒരു പക്ഷേ പണി കിട്ടിയേക്കാം. T20 ലോകകപ്പിൽ മലയാളികളുടെ അഭിമാനതരം സഞ്ജു സാംസൺ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായി കളിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ. ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതലും. പക്ഷേ ഇഷാൻ കിഷൻ്റെ മടങ്ങിവരവ് സഞ്ജുവിന് തീർച്ചയായും ഭീഷണി തന്നെയാണ്. ജിതേഷ് ശർമ്മ തന്നെ ലോകകപ്പ് സ്ക്വാഡിലും സ്ഥാനം നിലനിർത്തിയിരുന്നുവെങ്കിൽ സഞ്ജുവിന് ഭയക്കേണ്ടതില്ലായിരുന്നു. പക്ഷേ ഇഷാൻ അങ്ങനെയല്ല. മലയാളി താരത്തിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ശേഷിയുള്ള കീപ്പർ കൂടിയാണ് അദ്ദേഹം. ലോകകപ്പിന് മുൻപ് ഒരു T20 പരമ്പര കൂടി ഇന്ത്യ കളിക്കാനിരിക്കുകയാണ്. ജനുവരിയിൽ കരുത്തരായ ന്യൂസിലൻഡുമായിട്ടാണ് നാട്ടിൽ ഇന്ത്യ 5 T20കളുടെ പരമ്പരയിൽ ഇറങ്ങുക. ലോകകപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സൽ കൂടിയായിരിക്കും ഇത്. ലോകകപ്പിലെ അതേ സ്ക്വാഡിനെ തന്നെയാണ് ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നത്. കിവികൾക്കെതിരായ ഈ പരമ്പരയോടെയാണ് ലോകകപ്പിലെ അന്തിമ 11 കോച്ച് ഗൗതം ഗംഭീർ തീരുമാനിക്കുക. സഞ്ജുവിനെ സംബന്ധിച്ച ഈ പരമ്പര വളരെ നിർണായകം. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം അദ്ദേഹം തന്നെയാകും ഓപ്പണിങ്ങിൽ ഇറങ്ങുക. മികച്ച ഇന്നിങ്സുകൾ തന്നെ കാഴ്ചവെക്കാൻ സഞ്ജു ശ്രമിക്കുകയും ചെയ്യും. ന്യൂസിലൻഡിനെതിരെ ആദ്യത്തെ 3 T20കളിലും അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ കാര്യമായ സംഭാവനകൾ നൽകാനായില്ല എങ്കിൽ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം സഞ്ജുവിന് പകരം ഇഷാൻ ഓപ്പണിങ്ങിൽ എത്തിയാൽ, അദ്ദേഹം അതിന് മിന്നുന്ന പ്രകടനം പുറത്തെടുത്താൽ സഞ്ജുവിൻ്റെ സാധ്യതകളും മങ്ങും. നിലവിലെ സ്ക്വാഡിൽ സഞ്ജുവിന് പകരം ഓപ്പണിങ്ങിൽ കളിക്കാൻ സാധിക്കുന്ന ഏക താരം കൂടിയാണ് ഇഷാൻ കിഷൻ. ജിതേഷിന് ഇത് സാധിക്കില്ല എന്നതിനാൽ തന്നെയാണ് ഇഷാനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നതും. സമാപിച്ച സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഝാർഖണ്ഡിനായി 2 സെഞ്ചുറികളടക്കം 500-ന് മുകളിൽ റൺസ് വാരിക്കൂട്ടിയാണ് ഇഷാൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിനെതിരായ പരമ്പര ലോകകപ്പിൻ്റെ പ്ലേയിങ് 11ലേക്കുള്ള ടിക്കറ്റായി തന്നെ സഞ്ജു കണക്കാക്കേണ്ടതുണ്ട്. ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ സഞ്ജു ശ്രദ്ധിക്കുകയും വേണം.